നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ജ്യോതിഷ വിഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ 6, മലയാള മാസം ചിങ്ങം 21, കൊല്ലവർഷം 1201 ആണ്ട്. അശ്വതി. ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും. ആവേശത്തിൽ വലുതായ തീരുമാനങ്ങൾ എടുക്കരുത്. പരിഹാരത്തിനായി ഗണപതിയെ പ്രാർത്ഥിക്കുക. ഭരണി. പണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഗുണം ലഭിക്കും. കുടുംബത്തിൽ ചെറിയ തർക്കങ്ങളുണ്ടാകാം. പരിഹാരത്തിനായി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. കാർത്തിക. പുതിയ ആശയങ്ങൾക്ക് പിന്തുണ. സഹപ്രവർത്തകരുമായി തെറ്റിദ്ധാരണ ഒഴിവാക്കുക. പരിഹാരത്തിനായി സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക. രോഹിണി. വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഗുണം ലഭിക്കും. ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി കൃഷ്ണനെ പ്രാർത്ഥിക്കുക. മകയിരം. പഠനം അല്ലെങ്കിൽ ജോലി കാര്യങ്ങളിൽ നേട്ടം ലഭിക്കും. ശ്രദ്ധ ചിതറാതെ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ചെറിയ ധ്യാനം ചെയ്യുക. തിരുവാതിര. സൃഷ്ടിപരമായ ജോലികൾക്ക് നല്ല സമയമാണ്. ശ്രദ്ധിക്കുക. വാക്കുകളിൽ കടുപ്പം ഒഴിവാക്കുക. പരിഹാരത്തിനായി ശിവനെ പ്രാർത്ഥിക്കുക. പുനർത്തം. പഴയ പദ്ധതികൾക്ക് നല്ല തുടക്കം ലഭിക്കും. യാത്രകൾ വൈകാൻ സാധ്യത. പരിഹാരത്തിനായി ശ്രീരാമനാമം ജപിക്കുക. പൂയം. ഔദ്യോഗിക കാര്യങ്ങളിൽ സഹായം ലഭിക്കും. ആരോഗ്യത്തിൽ ചെറിയ ക്ഷീണം അനുഭവപ്പെടാം. പരിഹാരത്തിനായി ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക. ആയില്യം. രഹസ്യശ്രമങ്ങൾ ഫലപ്രദമാകും. മനസ്സിൽ വിഷമം പിടിക്കാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിനായി നാഗദേവതയെ പ്രാർത്ഥിക്കുക. മകം. മേലുദ്യോഗസ്ഥരുടെ പ്രശംസകൾ ലഭിക്കും. അഹങ്കാരം ഒഴിവാക്കുക. പരിഹാരത്തിനായി പിതൃകർമ്മങ്ങൾ അനുസ്മരിക്കുക. പൂരം. സാമൂഹിക പരിപാടികളിൽ സന്തോഷമുണ്ടാകും. ചെലവുകൾ കൂടുന്നത് ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുക. ഉത്രം. കരാർ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് കാര്യങ്ങളിൽ ഗുണം ലഭിക്കും. രേഖകൾ വീണ്ടും പരിശോധിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അത്തം. ജോലികൾ വേഗത്തിൽ പൂർത്തിയാകും. ശരീരത്തിൽ ക്ഷീണം വരാം. പരിഹാരത്തിനായി ഗണപതിയെ പ്രാർത്ഥിക്കുക. ചിത്തിര. പേര് പ്രശസ്തി ലഭിക്കും. മറ്റുള്ളവരുടെ ഈർഷ്യ ഉണ്ടാകാം. പരിഹാരത്തിനായി ഭഗവതി പൂജ ചെയ്യുക. ചോതി. സ്വതന്ത്ര തീരുമാനങ്ങൾ ഗുണം ചെയ്യും. മനസ്സ് സ്വസ്ഥമായി വയ്ക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. വിശാഖം. കൂട്ടായ ശ്രമത്തിൽ വിജയം കൈവരിക്കും. പങ്കാളിയുമായി ചെറിയ തർക്കം വരുന്നത് ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ധന്വന്തരി ദേവനെ പ്രാർത്ഥിക്കുക. അനിഴം. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. യാത്രയിൽ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പരിഹാരത്തിനായി ഹനുമാൻ ചാലീസ ജപിക്കുക. മൂലം. പഠനം അല്ലെങ്കിൽ ഗവേഷണം എന്നിവയിൽ ഗുണം ലഭിക്കും. കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി നാരായണനെ പ്രാർത്ഥിക്കുക. പൂരാടം. മത്സരത്തിൽ നേട്ടം ലഭിക്കും. അമിത ആത്മവിശ്വാസം ഒഴിവാക്കുക. പരിഹാരത്തിനായി ലക്ഷ്മി നാരായണനെ പ്രാർത്ഥിക്കുക. ഉത്രാടം. ദീർഘകാല പദ്ധതികൾക്ക് നല്ല സമയമാണ്. ക്ഷമ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക. അവിട്ടം. ടീമിൽ ജോലികൾ നല്ല ഫലം ചെയ്യും. ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി സംഗീതം കേട്ട് മനസ്സിന് ശാന്തി നൽകുക. ചതയം. ആരോഗ്യത്തിന് നല്ല ദിവസമാണ്. ശ്രദ്ധിക്കുക. ഒറ്റപ്പെടലിൽ നിന്ന് വിട്ടുനിൽക്കുക. പൂരുരുട്ടാതി. ആശയവിനിമയത്തിൽ ഗുണം ലഭിക്കും. അമിതമായ വിഷാംശങ്ങളിൽ സമയം കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ദത്താത്രേയനെ പ്രാർത്ഥിക്കുക. ഉത്രട്ടാതി. സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണം ലഭിക്കും. കാര്യങ്ങളിൽ താമസം വരുന്നത് ശ്രദ്ധിക്കുക. പരിഹാരത്തിനായി ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക. രേവതി. യാത്ര അല്ലെങ്കിൽ ആശയവിനിമയം തുടങ്ങിയ കാര്യങ്ങളിൽ ഗുണം ചെയ്യും.
ചെറിയ ഗതാഗത തടസ്സങ്ങൾ നേരിടാം. പരിഹാരത്തിനായി ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. ജനന സമയവും കൂറും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം. കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. നന്ദി.